കാണിച്ചെടുത്താളാ അയ്യോ കൂടെ എടുക്കണം എന്നൊക്കെ കൊണ്ട മെച്ചെടുത്തോളാം മെച്ചെടുത്തോളത് കൊണ്ടുവരാ കിട്ടൂല സ്ഥലത്തിലല്ല രസമുണ്ടല്ലേ രസമുണ്ട് കേട്ടോ എനിക്കൊരു പാൻറ് മാത്രം ഓനക്ക് എടുത്തത് എവിടെ മേലെ വെക്കഞ്ഞ് വീടിന്റെ മേലെ കൊണ്ടേണ്ടിട്ട് അപ്പൊ എടുക്കും അത്ര എന്താ എവിടെ വെക്കഞ്ഞ് ഇവിടെ അടുക്കളി കൊണ്ടുവെക്കല്ലേ പാപ്പായനോട് ക്രാക്കുമ്പൊക്കെ വെക്കാൻ പറയും മേലക്കാന് അജു ചാദ്യായിട്ട് ഇത് വല്ലാത്തൊരു ചാദ്യായിട്ടാ ഇതിനപ്പോ ഞാൻ നിങ്ങളോട് മേലിക്കൊക്കെ പറഞ്ഞത് ഇനി കിട്ടൂല അല്ലേ പൊന്ന ഇനി കിട്ടൂല കടിക ഇത് വരണ കഴിച്ചെടുക്ക പോയിന് ആരെ കളിക്ക് ഇപ്പച്ചി കയറിയാ ഇപ്പച്ചി കയറിയാ ഇപ്പച്ചി കയറിക്കാണ്ട് അവിടുന്ന് ഇങ്ങനെ പറക്കുക ഒരു കുലിക്ക്. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ റിസോർട്ടിക്ക് ഡ്രസ്സ് എടുത്തിട്ട് ഹാനൂസും മിന്നൂസും സ്കൂളിൽ തന്നപ്പോൾ ഡ്രസ്സ് എടുക്കുന്നുണ്ടായി ആ ഒരു രംഗഘട്ടങ്ങളെ കണ്ടുപോയത് അതുപോലെ രസമുണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു രംഗം. അപ്പോൾ നമ്മൾ താത്തമ്മനെ എന്താ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങളല്ലേ, നമ്മളൊരു ദിവസം അൽഷിഫി പോയപ്പോൾ പെരിന്തൽമണ്ണ പോയിട്ട് വന്നപ്പോൾ വന്ന വൈക്ക് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതാ ചെറിയ കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ഹനൂസ് മോനക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു യു പി സ്കൂളിൽ, അവിടുന്ന് സ്പോർട്സൊക്കെ കഴിഞ്ഞ് വരുന്നൊരു രംഗമാണത്. പിന്നെ ഇതാ ഇത് നമ്മളെ ഹനൂസ് മോന് മരവാട്ട് എൽ പി സ്കൂളിൽ നമ്മളെ നോമ്പുതോറുണ്ടായിരുന്നു കേട്ടോ. 4ാം ക്ലാസ്സിൽ സെൻറ്റ് ഓഫിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊരു സന്തോഷത്തിന് മാഷ്മാരെ വകമായിട്ട് സെൻറ്റ് ഓഫ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു നോമ്പുതോറിൻ്റെ. പിന്നെ ഇതാ നമ്മൾ മക്കൾക്കും നിക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. അപ്പോൾ നമ്മൾ ചേണ്ടി പോയിട്ട് ചേണ്ടി നല്ല സെലക്ഷൻ ഉണ്ടാവും വിചാരിച്ചിട്ട്. അപ്പോൾ സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. 2-3 കടയിൽ കയറി. അപ്പോൾ ഒരു കടയിൽ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്, ഒരു കടയിൽ നല്ല സെലക്ഷൻ ഉണ്ട്. പിന്നെ പക്ഷെ എനിക്ക് അത്ര മോഡലൊന്നും വേണ്ട വെച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോകുന്നു കേട്ടോ. ഇതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ മാക്സിമം എടുത്തിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പുത്തനാണിക്ക് പോകാൻ അങ്ങനെ റിസോർട്ട് അങ്കലാടിക്ക് പിന്നെ പോകാനെടുത്ത് പോന്നിട്ട് നമ്മൾ പുത്തനാണിക്ക് പോയി. പുത്തനത്താണി 2-3 കടയിൽ ഇതുപോലെ കയറി കേട്ടോ. സാധനം നമുക്ക് ഇഷ്ടപ്പെടും, നല്ല റേറ്റാണ്. അങ്ങനത്തെ വേണ്ട ഇറങ്ങിക്കാണ്ട് പിന്നെ അങ്ങനെ എടുക്കാൻ പറയണ്ട കേട്ടോ. കാരണം ഇങ്ങനെ കീരി ഇറങ്ങുമ്പോൾ ഒരു ഇതല്ല. പക്ഷെ പറ്റി അപ്പോൾ വേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ പുത്തനാണിക്ക് 2-3 കടയിൽ കയറി ഒക്കെ ഭയങ്കര റേറ്റും. നമ്മൾ കാര്യപ്പെട്ട് ഇരിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെടില്ല. റേറ്റ് നോക്കുമ്പോൾ ഞാനൊന്നും എടുക്കില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടതിൻ്റെ റേറ്റ് ഇടും. അങ്ങനെ പിന്നെ കനവിയിലും ബ്യൂട്ടി സിൽക്കിലും പിന്നെ അവിടേക്കേ പോയിട്ടാ, ബോംബെയിലൊക്കെ പോയി. അങ്ങനെ ബ്യൂട്ടി സിൽക്ക് പോയപ്പോഴാണ് അവിടെ നല്ല അടിപൊളി സെലക്ഷനുണ്ട്, റേറ്റും കുറവാണ്. 700 മുതലുള്ള ഡ്രസ്സാണ് കേട്ടോ.
നല്ല അടിപൊളി സംഭവം കോട്ടൻ്റെ. ഞാൻ കോട്ടന് ഉദ്ദേശിച്ച് പോയത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ചുരിദാറിൻ്റെ പൈസക്ക് 2 ചുരിദാറിൻ്റെ പൈസയാണ് 1500 രൂപേൻ്റെ ഉള്ളിൽ 2 ചുരിദാർ വാങ്ങിയിട്ടുള്ളത്. നല്ല അത്യാവശ്യം ഇടാൻ പറ്റും. നമുക്ക് എല്ലായിടത്തും പോകുമ്പോൾ യൂസ് ചെയ്യുകയും ചെയ്യാം ഐറ്റംസ്. പിന്നെ റിനോക്ക് ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയി. അങ്ങനെ ടീഷർട്ട് എടുത്തു. പിന്നെ റിനുവിന് കുപ്പായം മിടിക്ക് കുപ്പായം എടുക്കേണ്ടി വരും. അത് പിന്നെ ചേണ്ടിയിൽ തന്നെ എടുത്തത് കേട്ടോ. അത് അവിടുന്ന് കിട്ടി നമ്മൾ ചേണ്ടി പോയപ്പോൾ. പിന്നെ പാർക്കാൻ മിനിസിനും ഓൽക്കൊക്കെ കാടാമ്പേനെ എടുത്തിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ നമ്മൾ ചേണ്ടിയിലൊക്കെ പോയപ്പോൾ വിചാരിച്ച് അവിടുന്നൊക്കെ എടുത്താൽ മതിയായിരുന്നു. 24 നല്ല അടിപൊളി സെലക്ഷൻ കേട്ടോ. അങ്ങനെ ഏതായാലും എന്താ പറയുക, അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോരുമ്പോൾ മക്കൾക്ക് പടക്കം വേണം എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പിലാത്തറ എത്തിയപ്പോൾ അവിടെ ഒരു കുട്ടി പടക്കം വെക്കുന്നു. അപ്പോൾ അവിടെ പടക്കത്തിന് വില ചോദിച്ചപ്പോൾ എന്തൊക്കെയാണ് അത് പൂത്തിരിയോ പിന്നെ ഇതിനൊക്കെ 150 ഉറുപ്പ്യൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടാറ് ഞാൻ അങ്ങനെ തൽക്കാലം ഓരോ സോപ്പിടാൻ വേണ്ടിയിട്ട് ചെറിയ 2-3 പടക്കം വാങ്ങി. പിന്നെ ഒരു മേശപ്പൂത്തിരി, അല്ല പടക്കമല്ല പൂത്തിരി മേശപ്പൂത്തിരി, അങ്ങനെ അത് വാങ്ങി. ഞാനൊന്ന് തിന്നേട്ടെ എന്നിട്ടൊക്കെ തരാം നിങ്ങൾക്ക്. അത് തട്ടി കളിച്ച് വെച്ചാലും വേണ്ടി വേഗം തിന്നൊന്നുമില്ല. അപ്പോൾ ഇതാ അനൂസും മിന്നൂസൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ തമാശക്ക് എന്തൊക്കെയോ പറയാൻ കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു തെരുങ്ങൾ പോയിക്കാണി ഞാനൊന്ന് കഴിക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ. അപ്പോൾ നമ്മൾ റിസോർട്ട് വന്നിട്ട് എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് വാശി കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ എപ്പോൾ ഒന്ന് കൊടുന്നാലും 1 ദിവസത്തിനും 2 ദിവസത്തിനും ഉണ്ടാവുള്ളൂ. ഭയങ്കര ദാഹമല്ലേ ഇതിന് നോമ്പിന്. പിന്നെ ഇനിയിപ്പോൾ ഒരു കഷ്ണം കൊടുന്നാലും അതപ്പോൾ തന്നെ കഴിക്കും. അത് പിന്നെ പ്രശ്നമില്ല. നമ്മൾ പിറ്റേന്നൊക്കെ എടുത്തേക്കുന്ന പരിപാടിയൊന്നും കേട്ടോ. അതപ്പോൾ വേണ്ടവരപ്പോൾ തിന്നുക, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളമൊന്നുമില്ല കേട്ടോ, വത്തക്ക മാത്രമുള്ള. ഇനി ചായയും കടിയില്ല. നോമ്പറക്ക പച്ചവെള്ളം വത്തക്ക. കുഞ്ഞങ്ങൾക്ക് നോമ്പറക്കലുണ്ട് കേട്ടോ കൂട്ടോ. എല്ലാടാ അതാ വത്തക്ക ഫുള്ള് ഞാൻ തന്നെ തിന്നിട്ടാ. ഇവിടെ എങ്ങനെയാണ് വത്തക്ക കൊടുന്നാൽ പിന്നെ ആരും തിന്നില്ല, മൊത്തം തിന്ന് മുഴുവനാക്കും. തരും ഞാൻ കുറുക്കൽ കൊക്കുണ്ട്, പോയി നോക്കട്ടെ. ഇന്ന് കുറുക്കം പിടിച്ചാൽ വന്നിക്കണ, പോയി നോക്കട്ടെ, കൂട്ടിലാകട്ടെ. ഇത്രയും തിന്നു ഞാനിട്ടാ. ഇത് തിന്നു കഴിഞ്ഞപ്പോൾ ഇത് വയറിറങ്ങി. ഇനിയിപ്പോൾ ഒന്നും വേണ്ട. എന്നാ